ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡേറ്റ് ബനാന പുഡിംഗ്. വളരെ ഹെൽത്തിയായ ഒരു സിമ്പിൾ പുഡിംഗ്. ഡേറ്റ്സ്, ബനാന, 1 ലിറ്റർ പാല്, 6 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ. ഇതാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. 6 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇടണം. കുറച്ച് പാൽ ഉപയോഗിച്ച് അത് നന്നായി മിക്സ് ചെയ്യണം. ഈ പുഡിങ്ങിന് ആകെ നമ്മൾ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാലാണ് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. 2 പഴവും 20 ഡേറ്റ്സും കുറച്ച് പാലും ഉപയോഗിച്ച് നന്നായി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പഴവും ഡേറ്റ്സും പാലും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഒരു പാനിലേക്ക് അരിച്ച് ഒഴിക്കണം. ബാക്കിയുള്ള പാല് കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെക്കാം. പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കസ്റ്റർഡ് പൗഡറും പാലും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 5 മിനിറ്റ് ആകുന്നതോടെ ഇത് കട്ടിയായി തുടങ്ങും. ഇനി സെർവിംഗ് ബൗളുകളിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ കൂടി വെക്കണം. അതിനു മുൻപ് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അതിനായി കുറച്ച് ഡേറ്റ്സ് എടുത്ത് കുരു കളഞ്ഞ് അത് കയ്യിൽ വെച്ച് പല സൈസിലുള്ള ബോളുകളായി ഉരുട്ടുക. ഇങ്ങനെ പല സൈസിലുള്ള ഡേറ്റ് ബോൾസ് നമുക്ക് ഗാർണിഷിങ്ങിനായി ഉപയോഗിക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും ഗാർണിഷിങ്ങിന് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സും ഉപയോഗിക്കാം. ഇനി ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് ക്രഷ് ചെയ്ത് ഇതും ഞാൻ ഗാർണിഷിങ്ങിന് യൂസ് ചെയ്യുന്നു. കുറച്ച് റേസിൻസും കുറച്ച് കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതും ഞാൻ ഗാർണിഷിങ്ങിനായി യൂസ് ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം. കുഞ്ഞുങ്ങളും അവരുടെ പുഡിംഗ് ഗാർണിഷ് ചെയ്യട്ടെ. അങ്ങനെ അവർക്കും അതൊരു സന്തോഷമാകും. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിയും ഇതുപോലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഗാർണിഷിംഗ് എല്ലാതും കഴിഞ്ഞാൽ ഓരോ ബൗളും 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം പുഡിംഗ് കഴിക്കാവുന്നതാണ്. അടിപൊളി പുഡിംഗ് അല്ലേ? നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Thanks for watching.